ശ്രീ ആലപ്പി അഷ്റഫ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല തരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉടലെടുത്തിട്ടുണ്ട്. എന്താണ് പ്രാഥമികമായി ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പോഴുള്ള മന്ത്രി പറഞ്ഞു, അങ്ങനെ ആരും നമ്മളോട് വന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ആദ്യത്തെ പ്രതികരണം. അതായത് ഒരു പീഡനം നടന്നാൽ ആദ്യം മന്ത്രിയുടെ ചെന്ന് പറയണം, പറഞ്ഞിട്ട് അത് വേണ്ട നടപടി എടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല. 3 പെൺകുട്ടികളുടെ പിതാവാണ് അദ്ദേഹം. ഈ പെൺകുട്ടികളുടെ കരച്ചിലാണ് അദ്ദേഹം കേട്ടില്ല എന്നടിക്കുന്നത്. ഇതൊക്കെ ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് നേരിടേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായി? ഈ 15 പേര് ആരാരും ആയിക്കോട്ടെ, എത്ര പ്രഗത്ഭന്മാരും ആയിക്കോട്ടെ, ലോക ചരിത്രത്തിൽ ലോകത്തെവിടെയും ഇല്ലാത്തൊരു നിയമമാണ് വേട്ടക്കാരനെ മറച്ചു വെക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? അത് എന്തുകൊണ്ടാണ് ഇത്ര പ്രബലമായി അവർക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട. ഇത്രയും വലിയൊരു ജസ്റ്റിസാണ് പറയുന്നത്. അവർ വളരെ ഉത്തരവാദിത്വത്തോടെ എത്ര സെറ്റിംഗ് നടത്തി, എത്ര പേരെ വിളിച്ച് ചോദ്യം ചെയ്ത്, എത്ര പേരുടെ മൊഴികൾ എടുത്തതിന് ശേഷമാണ് പറയുന്നത്. ചുമ്മാ പിള്ളേർ കളിയൊന്നുമല്ലല്ലോ ഇത്. ഇപ്പോൾ ലഹരി മാഫിയയുടെ അവരെല്ലാം തന്നെ സംഘടന തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ഒരു കോൺക്ലേവ് വെച്ചാൽ മതി ഇത് തീരാൻ. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഇതിനകത്ത്. ഒരു തമിഴ് കോമഡി നടൻ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നു നമ്മുടെ കേരളത്തിൽ. അപ്പം എൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് അതിന് വർക്ക് ചെയ്തത്. കുറച്ച് നാളത്തെ ഷൂട്ടിങ് തമിഴ് പടമാണ്. അപ്പോൾ അയാൾ രാത്രിയായപ്പോൾ പറഞ്ഞ്, എനിക്ക് സെക്സ് ഇല്ലാതെ പറ്റത്തില്ല, എനിക്കത് കൂടിയേ തീരൂ, ഡെയിലി വേണം എന്ന് പറയും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ സാറ് ഞങ്ങൾ ആ പണി ചെയ്യുന്നവരല്ല. അയാൾ വളരെ മാന്യമായിട്ട് പറഞ്ഞ്, ഞങ്ങൾ നടക്കില്ല ഇവിടെ, അങ്ങനത്തെ ഒന്നുമില്ലെന്ന് പറയും. അയാൾ ദിവസവും രാത്രിത്തെ ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോയിട്ട് രാവിലത്തെ ഫ്ലൈറ്റിലാണ് തിരിച്ച് വരുന്നത്. 365 ദിവസം ഇത് ആവശ്യമുള്ള മലയാള സിനിമയിലുണ്ടെന്ന് എനിക്കറിയാം നന്നായിട്ട്. അങ്ങനെയുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. 10, 50, 60 ദിവസം മുതൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കിടന്ന് അവർക്കിത് ഇല്ല. അപ്പോൾ അവർ ഇതൊക്കെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, ഇതിന് വല്ല പരിഹാരം കാണാനാണ് ഈ കോൺക്ലേവ് നടത്തുന്നതെന്ന് അറിയത്തില്ല. ഇതിനൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാനോ അത് അല്ല. ഇവരിനി എപ്പോഴും പോകണ്ട, ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്യാം. അതല്ലാതെ കോൺക്ലേവ് ഈ എരയും വേട്ടക്കാരെയും കൂടെ ഒന്നിച്ചിരുത്തിയിട്ട് എന്ത് ചർച്ചയാണ് നടത്താൻ പോണത്? സർക്കാർ ഈ പവർ ഗ്രൂപ്പ് പോലെ അല്ലെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ട്? അവർ വളരെ അടുത്ത ബന്ധങ്ങൾ ഇതിനകത്തുള്ള വളരെ ബന്ധങ്ങൾ. അവർക്ക് ദിവസവും വിളിക്കുന്നവരും സംസാരിക്കുന്നവരും ഇവർ പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇതിനകത്ത് പണ്ട് എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, തിലകനെ വിലക്ക് വെച്ചു, തിലകൻ്റെ തൊഴിൽ ഇത് ചെയ്തു. ഇവിടെ ഉള്ള ഏറ്റവും വലിയ സാംസ്കാരിക ഇതിലുണ്ടായിരുന്ന ഒരാളാണ് MA ബേബി എന്ന് പറയുന്നത്, അന്നിരുന്ന മന്ത്രി. അദ്ദേഹം വലിയ സാംസ്കാരിക രംഗത്ത് ആളുകൾ പറയുന്നതും വായനയും ഭയങ്കര വർത്തമാനവും ഒക്കെ പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു മിനിറ്റ് വിചാരിച്ചാൽ അത് ആ സംഭവം പരിഹരിക്കാമെന്നേ ഉള്ളൂ. ചെയ്തിട്ടില്ല. കാരണം മറ്റുള്ളവരുമായിട്ടുള്ള അടുപ്പമാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു മാസ്മരിക ലോകമുള്ള, അവർ കൂടുന്നിടത്ത് ആൾ വരണം, അവരുടെ ഫംഗ്ഷൻ ആളെ കിട്ടണം, അവരുടെ ഇവിടെ കിട്ടണം, ഇത് നടത്തണം, ഫംഗ്ഷൻ നടത്തണം, അവിടെ വരുമോ ഇവിടെ വരുമോ, നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവരെ. ഇപ്പോൾ വലിയ വലിയ ചാനലിനെ പോലും മമ്മൂട്ടിയെ പോലുള്ളവരൊക്കെ ഇരിച്ചിരിക്കുന്നതിന് ഒരു പേരിന് വേണ്ടിയാണ്, അല്ലാണ്ട് അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം കൊണ്ടൊന്നുമല്ല. ആ പവറാണ്, ആ പേരാണ്, ആ ഗ്ലാമറാണ്, അതിന് വേണ്ടിയാണ് ഇരുത്തിരിക്കുന്നത്. ഇപ്പോൾ AK ബാലൻ തന്നെ പറയുന്നത് ഇത് കോടതിയുടെ തലയിൽ ഇപ്പം ആക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കോടതിയാണ് അതാണ് രക്ഷപ്പെടാൻ. അത് അവർക്ക് അതേ പറ്റുള്ളൂ. കാരണം ഇവരൊക്കെ വെറുപ്പിക്കാൻ പാടില്ല. ഇവരെയൊന്നും, ഈ നടന്മാരെയൊന്നും വെറുപ്പിക്കാനോ. ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ പലതും കേട്ടേ പറ്റൂ. ഈ സർക്കാർ ഇതിനകത്ത് ഈ കോൺക്ലേവിംഗ് ഒന്നും അല്ല നടത്തേണ്ടത്. ഇത് ഇമ്മീഡിയറ്റ് ഇതിനകത്ത് ആരൊക്കെയാണ് സംഭവങ്ങൾ വെളിപ്പെടുത്തി കേസെടുക്കുക എന്നുള്ളത്. നിങ്ങൾ ഇരകളുടെ പേര് മറച്ചു വെച്ചോ, വിഷയമില്ല. വേട്ടക്കാരുടെ എന്തിനാ മറക്കുന്നത്? വേട്ടക്കാരുടെ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേര് പുറത്തു വരണം, ഉറപ്പായിട്ട് വരണം. അത് വരും, ഇന്നല്ലേ നാളെ വരാതെ എവിടെ പോകാനാ? ഇതൊക്കെ വെളിയിൽ വരും, അത് ഉറപ്പാണ്. പക്ഷേ അത് ഇപ്പോൾ ഗവൺമെൻറ് അത് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ വലിയൊരു വില കൊടുക്കേണ്ടിരുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ എല്ലാം പേര് പുറത്തു വരണം. ഈ പരാതി പറഞ്ഞവർക്കെല്ലാം തന്നെ നീതി ഉറപ്പാക്കണമെന്ന് തന്നെയാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞു വയ്ക്കുന്നത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.